ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി വേണുവേട്ടനോട് രാധമ്മയോടും ചോദിക്കുക, ബ്ലേഡ് കമ്പനിക്കാരി രുക്മിണി അറിഞ്ഞില്ലയോ മരുമോള് ഗർഭിണിയായ വിവരം? അത് കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയുക, ജയന്റെ അമ്മ രുക്മിണിയുടെ വീട്ടിലെ നിത്യ സന്ദർശകയല്ലേ, ഒന്ന് പോയി ചോദിച്ചൂടെ? എന്റെ പൊന്നുടയോനെ, ഞാൻ ഒരു സ്ഥലത്തെ സന്ദർശകയല്ലേ. ആ രമ്യയുടെ അരവട്ട് മുഴുവട്ടായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ദിവസം അങ്ങോട്ടൊന്ന് ചെന്നുപോയി. അയ്യോ, ആ രുക്മിണി പറഞ്ഞ അശ്ലീലം, അയ്യോ ഞാനങ്ങ് നാണിച്ച് മൂക്കത്ത് വിരൽ വെച്ച് പോയി. അയ്യോ, പറയാൻ കൊള്ളത്തില്ല, ഒരുതരം വേറിട്ടതരം അശ്ലീലം. എന്റെ പൊന്നോ, രമ്യ മോളേന്ന് ഞാനൊന്ന് ലോഹ്യത്തിലൊന്ന് വിളിച്ചുപോയി. ആ രമ്യ ഉണ്ടല്ലോ, അന്നേരം എന്നെ പട്ടി കടിക്കാൻ വരുന്ന പോലെ കുറച്ചോണ്ട് തന്നെ ഓടിച്ച്. കൊച്ചമ്മണി ഇങ്ങനെ പറയുന്നത് കേട്ട് രാധമ്മയും പ്രിയയും നമ്മുടെ ഹൃദയെ നിന്നങ്ങ് ചിരിക്കുവാണ്. വേണുവേട്ടൻ ചിരിച്ചോണ്ട് പറയുക, സംഗതികളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. പതുക്കെ ലോഹ്യം കൂടാൻ അങ്ങോട്ട് ചെന്നതാ, അവരെ അടിയും കൊടുത്ത് ഓടിച്ചു വിട്ട്. നമ്മുടെ വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് കൊച്ചമ്മണി പറയാം, ഓ ഈ വേണുവച്ചാച്ചൻ മഹാപുളുവനാ, ഞാൻ എന്ത് വേല വെച്ചാലും പെട്ടെന്ന് അങ്ങ് കണ്ടുപിടിക്കും. വേണുവേട്ടൻ കളിയാക്കി ചിരിച്ചോണ്ടി പറയുക, അല്ല വേണുവച്ചനായിരുന്നു, ഇപ്പൊ അച്ഛൻ മാറി അച്ചാച്ചനായോ? രാധമ്മ കൊച്ചമ്മണി പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവനും വെളിയിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. രാജ് വരാൻ താമസിക്കുന്നു, എന്താ രാജ് വരാത്തതെന്നുള്ള ചിന്തയിലാണ്. ഇത് നമ്മുടെ വേണുവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓ, എല്ലാവരുടെയും മുന്നിൽ ദേഷ്യമൊക്കെ അഭിനയിക്കുന്നെങ്കിലും രാജുമോനെ കാണാത്ത വിഷമത്തിലാണല്ലോ രാധ. വേണുവേട്ടൻ ഹൃതികേട് ചോദിക്കുന്നു, രാജുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ, സമയം ഇത്രയും ആയല്ലോ, എന്തിനായിരിക്കും വർമ്മ സാർ അവനെ വിളിപ്പിച്ചത്? അപ്പോൾ ആ സമയത്ത് രാത്രിയിൽ ഇങ്ങനെ മഴയത്ത് ഒരു തുണിയൊക്കെ ഇങ്ങനെ കുട പോലെ വിരിച്ചുകൊണ്ട് മഴത്തുള്ളികൾ ആടും എന്നും പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ട് 4 കാലെ നമ്മുടെ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആരാത് എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ഒരു വാഴയിലയാണ് പിടിച്ചിരിക്കുന്ന, തുണിയല്ല. അപ്പോൾ ജയൻ പറയുക, ഈ വാഴയിലയ്ക്കൊന്ന് അടങ്ങി നിന്നൂടെ? ആരാന്ന് മനസ്സിലാകാതെ വേണുവേട്ടൻ പറഞ്ഞു, ഏതോ ഒരു കള്ളുകുടിയനാണല്ലോ. അപ്പൊ കൊച്ചമ്മണി ഒച്ച വെച്ച് ചോദിക്കുന്നു, ആരാടാ അത്? അത് കേട്ട് ജയൻ ഒന്ന് തുപ്പുന്നുണ്ട്. ആ തുപ്പുന്ന ശബ്ദം കേട്ടപ്പോഴേ നമ്മുടെ വേണുവേട്ടന് മനസ്സിലായി, അതേ കള്ളുകുടിയനൊന്നും അല്ല, മനുഷ്യനെ പിടിച്ചു കുടിക്കുന്ന കള്ളാ ആ കേറി വരുന്നത്. എന്താ നിങ്ങളുടെ വയറ്റിൽ പറഞ്ഞ ആ കരിന്തകരയാ വരുന്നത്. അയ്യോ ജയേട്ടൻ എന്നും പറഞ്ഞ പ്രിയ ഇങ്ങനെ വെപ്രാളം പിടിക്കുവാണ്. അങ്ങോട്ട് കയറി വന്നിട്ട്, ആഹാ വട്ടമേശ സമ്മേളനം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ വീഴാൻ പോവാണ്. പെട്ടെന്ന് പ്രിയ കയറി അങ്ങ് പിടിക്കുന്നുണ്ട്. കള്ളു കുടിച്ചിട്ടാണോ ജയേട്ടാ ഈ കയറി വരുന്നത് എന്നിങ്ങനെ പ്രിയ പറയുമ്പോൾ രാധമ്മ പറയാ, ഇവൻ കള്ളു കുടിക്കാത്ത ഇപ്പൊ ഒരൊറ്റ ദിവസം പോലും ഇല്ലല്ലോ. കേട്ടിട്ട് ജയൻ പറയുക, ഞാനേ പുളിച്ച കള്ളൊന്നും അല്ല കുടിച്ചത്, നല്ല ഒന്നാന്തരം വിസ്കിയാ. ദേഷ്യത്തോടെ കൊച്ചമ്മണി പറയുക, ദൈവമേ, ഇവനെ വഴിയിലങ്ങ് ഒരു പട്ടി പോലും ഇല്ലല്ലോ കടിക്കാനായിട്ട്. എന്തിനാ തള്ളേ പേപ്പട്ടി കടിക്കുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് കടിച്ചാ പോരെ? കൊച്ചമ്മണിയോട് പറയുന്നുണ്ട് ജയൻ. പ്രിയ പറയുക, എന്തിനാ ജയേട്ടാ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? ഞാൻ കരയുന്നത് കണ്ട അവർക്ക് വിഷമമാകില്ലേ? ഞാൻ മനഃപൂർവ്വം കുടിച്ചതല്ല എൻ്റെ പ്രിയ മോളെ, എല്ലാം മറക്കാൻ വേണ്ടി കുടിക്കുന്നതാ. ഒരു മഹാലക്ഷ്മി എൻ്റെ കയ്യിലോട്ട് വന്നതാ. മഹാലക്ഷ്മി എന്ന് വെച്ചാൽ ധനലക്ഷ്മി. അതെല്ലാം ചില കീട ജന്മങ്ങൾ തട്ടിയെടുത്തില്ലേ എന്നിങ്ങനെ കൊച്ചമ്മണിയെ നോക്കിയാണ് പറയുന്നത്. കൊച്ചമ്മണിക്ക് പേടിയായി, വല്ലതും ജയം വിളിച്ച് പറയുമോന്ന്. പോടാ കടമാൻ കഴുതേ, തട്ടിയെടുത്തെങ്കിലേ കണക്കായി പോയി, ഞാൻ തകർന്നു പോയില്ലേ, ചിലരൊക്കെ കൂടി എന്നെ തകർത്ത് കളഞ്ഞില്ലേ. ജയനിങ്ങനെ വെളിവില്ലാതെ പറയുന്നത് കേട്ടിട്ട് രാധമ്മ ചോദിക്കുന്നു, ഇവൻ എന്തൊക്കെ പിച്ചുമ്പയായി പറയുന്നത്? അപ്പോൾ ആ മഴയിൽ നമ്മുടെ രാജു ബൈക്ക് ഓടിച്ചങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിന്റെ ആ വരവ് കണ്ടിട്ട് എല്ലാവരും അങ്ങ് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, എന്താ രാജു, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ ഹൃതികയും ചോദിക്കുവാണ്. അച്ഛൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു രാജു? രാജു സങ്കടത്തോടെ പറയുന്നു, ആകെ കുഴപ്പമായി മേഡം, വർമ്മ സാറും ഞാനും. ടെൻഷൻ സഹിക്കാൻ വയ്യാതെ വേണുവേട്ടൻ പറയുന്നു, എടാ എന്താ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളോടൊന്ന് പറയടാ. കുട്ടികൾക്ക് വിതരണം ചെയ്യാനെന്ന ലാപ്ടോപ്പ് ഡീലിനെ കുറിച്ച് ഞാൻ ഇവിടെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലായിരുന്നു. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കമ്പനിക്കല്ല പോയിരുന്നത്, പകരം മറ്റൊരു കമ്പനിക്കാ പോയത്. അത് കേട്ട് ജയനും കൊച്ചമ്മണി നിന്ന് പതറുവാണ്. എങ്ങനെ പറ്റിയതെന്ന് എനിക്കറിയില്ല, ആ ഫയൽ ഞാനാ ഡീൽ ചെയ്തത്. എന്താടാ മോനെ ഇപ്പൊ പ്രശ്നം എന്ന് വേണുവേട്ടൻ ചോദിക്കുമ്പോൾ രാജു പറയുന്നു, വിതരണം ചെയ്ത കമ്പ്യൂട്ടറുകളെല്ലാം പ്രശ്നമാണ്, ചിലതൊക്കെ പൊട്ടിത്തെറിച്ചെന്ന്. അത് കേട്ടപ്പോ കൊച്ചമ്മയുടെ കണ്ണ് രണ്ടും വെളിയിലോട്ട് തെള്ളുവാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും മോനെ? വർമ്മ സാറിനെതിരെ അഴിമതി ആരോപണം ഉണ്ടാകും, എന്റെ ജോലി പോവും, അകത്താകാതിരുന്നാൽ ഭാഗ്യം. രാധമ്മ നെഞ്ചത്ത് കൈവച്ചോണ്ട് എന്റെ ദൈവമേ എന്നിങ്ങനെ വിളിക്കുവാണ്. രതിക പറയുക, രാജി വിഷമിക്കാതെ, ഒന്നും ആകത്തില്ല,
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതേ ഒരു വഴിയുള്ളൂ. വേണുവേട്ടൻ പറയുക, എൻ്റെ പൊന്നുമോനെ നീ ഒന്ന് സമാധാനപ്പെട്, ഒന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തിലോട്ടല്ലേ അടിക്കുന്നത്. ദൈവം നെറികെട്ടവരുടെ കൂടെയല്ല, നീതിയുള്ളവരുടെ കൂടെയാണ്. അതമ്മേ നീ ആഹാരം വിളമ്പ്, മോൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം, എല്ലാം ശരിയാകും മോനെ എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ ജയൻ വെളിയിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ പ്രിയ പിടിച്ചു നിർത്തുന്നു. എവിടെ പോവാ ജയേട്ടാ, ഭക്ഷണം കഴിക്ക്, എനിക്കൊന്നും വേണ്ട പ്രിയെ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കൊച്ചമണി അകത്തോട്ടങ്ങ് എളുപ്പം ഓടിപ്പോവാണ്. വേണുവേട്ടൻ അത് കണ്ടുകൊണ്ട് പറയും, അല്ല നിങ്ങളിതെവിടെ പോവാ, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? അയ്യോ എനിക്ക് തീരെ വിശപ്പില്ല എന്നും പറഞ്ഞ് പേടിച്ചോടുവാണ് കൊച്ചമണി. കൊച്ചമ്മണിയുടെ ആ ഓട്ടത്തിൽ ഹൃതിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. ഹൃതിയെ നേരെ പ്രിയയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പ്രിയ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. എന്താ പ്രിയേച്ചി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? പ്രിയേച്ചിക്ക് എന്താ ഒരു മൂഡൗട്ട്? ഹൃതിയെ കണ്ടില്ലേ ജയേട്ടൻ്റെ ഈ കള്ളുകുടി? പ്രിയേച്ചി സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ വിഷമിക്കേണ്ടത് ഈ ഞാനല്ലേ? എൻ്റെ അച്ഛനും എൻ്റെ രാജുവാ ആ ലാപ്ടോപ്പ് വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അല്ല പ്രിയേച്ചി, കൊച്ചമണി വല്യമ്മയും ജയേട്ടനും ഫുഡ് കഴിക്കാതെ പോയതെന്താ? ആർക്കറിയാം, അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയോ തരികിടകളുണ്ട്. രണ്ടുപേരും സത്യം പറയത്തില്ലല്ലോ. ഇയാളുടെ മനസ്സിൽ സംശയം ഒന്നുകൂടെ ഉറയ്ക്കുവാണ്. ജയനും കൊച്ചമണിയും കൂടെ പുറത്തു പോയിന്ന് വഴക്കുകൂടുവാണ്. തള്ളേ ഇത് തീക്കളിയാ, കുളുമണാലി എന്നും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തില്ലേ, ഇപ്പോഴേ ഞാൻ നിങ്ങൾക്ക് താക്കീത് തന്നതാ. അയ്യോ പിടി വീഴുവാടാ മോനെ. അതെ, ഗവൺമെന്റിനെ വെട്ടിച്ച കാശ, തീർച്ചയായിട്ടും പിടി വീഴും. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും. ലാപ്ടോപ്പൊക്കെ പൊട്ടി തെറിച്ചെന്നാ കേട്ടത്. ഇതൊക്കെ വലിയ പ്രശ്നമാകും തള്ളേ. എടാ ജയ, നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ 7-ാം കൂലി കമ്പനി? എന്റെ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, പോലീസ് പിടിച്ചാലുണ്ടല്ലോ, ആ പിടിക്കുന്നിടത്ത് വെച്ചേ നിങ്ങൾക്ക് ഇടി തുടങ്ങും. ആ ഇടിയിൽ പിന്നെ ലോക്കപ്പ്, കോടതി, പിന്നെ സെൻട്രൽ ജയിൽ വരെ എത്തും. നീയല്ലേടാ ഇതൊക്കെ ഒപ്പിച്ചത്, നീ പോയി മേടിക്കടാ. വേണ്ട തള്ളേ, എനിക്ക് കലി കയറി വരുന്നുണ്ട്. ഈ ഏർപ്പാട് മുഴുവൻ നിങ്ങളുടെ തലയിലാണ്. ഇതിലെ കമ്മീഷൻ വരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ പോലീസ് പൊക്കുന്നത് നിങ്ങളെ ആയിരിക്കും. ഹൃതിക ഇതെല്ലാം അകത്തു നിന്നുകൊണ്ട് കാണുന്നുണ്ട്. ഇവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് കേൾക്കാനും പറ്റുന്നില്ല. കൊച്ചമണി പെട്ടെന്ന് ജയനോട് പറയാ, ഇവിടെ സംഗതി വെളിയിൽ വന്നാലേ നീ പോലീസിന് അങ്ങ് പിടികൊടുത്തേരെ. ഞാൻ ടൂറിന് പോകാം, എൻ്റെ മക്കള് 10-15 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പം എൻ്റെ കയ്യിൽ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മോന് തരാം. ഞാൻ ദേഷ്യത്തോടെ എൻ്റെ പുന്നാര അമ്മച്ചി, എടാ മോനെ, നിനക്ക് ഇടികൊള്ളുമ്പോൾ നോവാതിരിക്കാനേ ഞാൻ അമ്പലത്തിലൊരു നേർച്ച നേർന്നിട്ടുണ്ട്, എന്നിട്ട് ആ തൂക്കം കഴിഞ്ഞിട്ട് ഇടി മേടിക്കാവുന്ന. അയ്യോ എൻ്റെ പൊന്നുമോൻ പേടിക്കണ്ട, ഞാൻ രാമപുരത്തെ ആ വൈദ്യരുണ്ടല്ലോ, അയാളെ കൊണ്ട് എൻ്റെ മോനെ ഞാൻ ചവിട്ടി തിരുമിപ്പിച്ചോളാം. അപ്പോഴേ ഞാൻ ജയിലിൽ പോയി എൻ്റെ ഭാര്യയും മോളുവോ ആ അലവലാദികളെ മോനങ്ങ് മറന്നേക്കടാ, അവരെങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചോളും. ആ വേണുവച്ചനില്ലേ, അങ്ങേരങ്ങ് നോക്കിക്കോളൂ. ജയം പറയുക, ഞാൻ ഒരു ജയിലിലും പോവില്ല. എന്നോട് ഈ മര്യാദയോട് കാണിച്ച നിങ്ങളെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്നതേ ഞാൻ എൻ്റെ കണ്ണ് കുളിർക്കെ കാണും. അയ്യട മോനെ, ഞാനങ്ങനെ ഒറ്റയ്ക്ക് എങ്ങും പോകത്തില്ലടാ. കണ്ട് പിടികൂടുന്ന പോലെ ഞാൻ നിന്റെ കാലയിലങ്ങ് പിടികൂടും. അമ്മയും മോനും കുറേ നേരം കൊണ്ട് സംസാരിക്കുവാണല്ലോ, അത് എന്താണെന്നൊന്ന് അറിയണമെന്ന് കരുതി ഹൃതിക അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമ്മണി അത് കണ്ടിട്ട് ജയനോട് പറയാം, ദാണ്ടടാ ആ മഞ്ഞക്കിളി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹൃതിക അങ്ങോട്ട് വന്നിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങളെന്താ ഈ ഇരുട്ടത്ത് നിൽക്കുന്നത്? അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയാം, ഞങ്ങളെ ഒരു ബോംബ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അല്ല നിനക്കെന്താ ഉറക്കമില്ലേ? ഹൃതിക പറയാം, എനിക്ക് ഉറക്കമൊക്കെ ഉണ്ട്, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അത് കേട്ട് ജയനും കൊച്ചമണിയും പരസ്പരം നോക്കുന്നുണ്ട്. ഹൃതിക അത് കണ്ട്. എന്നിട്ട് ഹൃതിക പറയുക, അല്ല നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടായോ? എന്താ നീ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചേ അടങ്ങത്തുള്ളോ എന്ന് കൊച്ചമണി ചോദിക്കുമ്പോൾ ഹൃതിക പറയാ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അല്ല ഈ കള്ളത്തരവും ടെൻഷനൊക്കെ ഉള്ളവർക്കേ ഫുഡ് കഴിക്കാൻ വലിയ പാടാ. അത് കേട്ടിട്ട് കൊച്ചമണി പറയാ, ദേ നോക്ക്, നീ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട, നിനക്ക് വേണമെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിച്ചോണ്ട് പോയി കിടന്നുറങ്ങ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, അടുക്കളയിലെ എച്ചിൽ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടേ നീ കിടന്നുറങ്ങാവൂ. ആ പാരരാധമ്മയെ വെറുതെ നീ ബുദ്ധിമുട്ടിപ്പിക്കരുതേ എന്ന് ഹൃതികയോട് പറഞ്ഞിട്ട് കൊച്ചമ്മണി ജയന്റെ കയ്യേലും പിടിച്ചിട്ട് നീ വാടാ എന്നും പറഞ്ഞ് വീണ്ടും ദൂരോട്ട് പോവുകയാണ് സംസാരിക്കാനായിട്ട്. രാജു ആകെ ടെൻഷനിലിരിക്കുക. അംബിക പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. എൻ്റെ ആങ്ങളെ കള്ളനാക്കുന്നതിൻ്റെ ഒറ്റ ഉത്തരവാദി നീ ഒരുത്തനാ. ഇതിന് ന്യായമായ പരിഹാരം നീ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കുറ്റമെല്ലാം സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോയിക്കോണം. അങ്ങനെ ആകെ ടെൻഷൻ നിൽക്കുന്ന രാജുവിൻ്റെ അടുത്തോട്ട് ഹൃതിക കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുന്ന രാജുവിനെ വിളിച്ചിട്ട് പറയുന്നു, രാജു ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കാതെന്ന്,
പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കും. ഇതിനൊരു പരിഹാരം ഉണ്ടാകും. പിറന്നാൾ ദിവസമായിട്ട് കൂടുതൽ ഒന്നും ചിന്തിക്കാതെ സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. എനിക്കിനി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല മാഡം. ഈ പിറന്നാൾ ദിവസം ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. രാവിലെ മുതൽ ഏറെക്കുറെ വൈകുന്നേരം വരെ. അവസാനം ലാപ്ടോപ്പ് വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് അംബിക മേഡം എന്നെ ഒരുപാട് അപമാനിച്ചു. രാജു അത് അംബിക അമ്മായി അങ്ങനെയാണെന്ന് രാജുവിന് അറിയാമല്ലോ. രാജുവിനെതിരെ ഒരു ചെറിയ കാര്യം കിട്ടിയാലും അംബിക അമ്മായി അതൊരു വലിയ ആയുധമാക്കി തന്നെ മാറ്റും. ഞാൻ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് അംബിക മേഡം പറയുന്നത്. സാറും ശേഖരൻ സാറും യാമിനി മേഡം ഒക്കെ അതിനെതിർത്ത് പറഞ്ഞു. എൻ്റെ രാജു ഇതൊക്കെ അങ്ങോട്ട് വിട്ടേരെ. രാജുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് എൻ്റെ അച്ഛനും ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും ഒക്കെ അറിയാം. പിന്നെ എന്തിനാ രാജു ഇങ്ങനെ വിഷമിക്കുന്നത്? അതല്ല മേഡം എൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കാത്തത് കൊണ്ടാണ്. ഞാൻ കാരണം വർമ്മ സാറിനുണ്ടായ പ്രശ്നങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും ചെറുതൊന്നും അല്ല. സാർ ഒരു മിനിസ്റ്ററാ. ശത്രുക്കൾ ഏറെയുണ്ട്. ഇത് പൊളിറ്റിക്സ് ആയതുകൊണ്ട് സമൂഹത്തിൽ ഇക്കാര്യം വലിയ വിഷയമാകും. മാധ്യമങ്ങൾ ഇതൊരു വലിയ ഉത്സവം തന്നെ ആക്കും. ചർച്ചകളും അന്തിച്ചർച്ചകളും ഒക്കെ ഉണ്ടാകും. സാറിനെ രാജിവെപ്പിക്കാൻ എതിരാളികൾ ആവതും ശ്രമിക്കും. സാറ് നിരപരാധിയാ. ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് മാഡം. ഹൃതിക ചോദിക്കുന്നു, രാജുവിന് മിസ്റ്റേക്കായെന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലാപ്ടോപ്പ് വിതരണ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ഫയല് ഡീൽ ചെയ്തത് ഞാനാ. ആ എഗ്രിമെന്റ് തയ്യാറാക്കി വർമ്മ സാർ ഒപ്പിട്ട ഫയല് ഞാൻ ദീപക്കിനെ പേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അത് കേട്ട് ഹൃതിക ഒന്ന് ഞെട്ടുന്നുണ്ട്. രാജു എന്തുവാ പറഞ്ഞ? മേഡം, ആ ഫയല് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു എന്ന്. ഹൃതിക അപ്പോൾ ജയൻ കുടിച്ചിട്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ഒരു മഹാലക്ഷ്മി, ഒരു ധനലക്ഷ്മി എൻ്റെ കയ്യിൽ വന്നതായിരുന്നു. ഉച്ചമണിയെ നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞ്, അതെല്ലാം ചില കീട ജന്മങ്ങൾ തട്ടിയെടുത്തില്ലേ. രാജു ആ ലാപ്ടോപ്പ് വിഷയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജയനും കൊച്ചമണി അവിടെ നിന്ന് ഓടിപ്പോയതും എല്ലാം ഇങ്ങനെ ഹൃതിക ഇങ്ങനെ ആലോചിച്ച് നോക്കുവാണ്. അമ്മയും മകനും ആരും കാണാതെ വെളിയിൽ പോയി ഇരുട്ടത്ത് നിന്ന് സംസാരിച്ചതും എല്ലാം വെച്ച് ഓർത്ത് നോക്കുമ്പോൾ ഹൃതികയ്ക്ക് ആളുകളെ പിടികിട്ടുന്നുണ്ട്. എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ചിരിച്ചോണ്ട് രാജുവിനോട് പറയുക, ഈ കാര്യത്തെ ചൊല്ലി രാജു ഇനി ഒന്നും പേടിക്കണ്ട. ഇതിനൊരു സൊല്യൂഷൻ വളരെ വേഗം ഉണ്ടാവും. ഇത് കേട്ടിട്ട് രാജു പറയുക, മേഡം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുന്നതാ. അങ്ങനെയല്ല രാജു, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. രാജു എൻ്റെ ഭർത്താവാ. മിനിസ്റ്റർ പ്രതാപ് വർമ്മ എൻ്റെ അച്ഛനാ. ഇനി പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. ഹൃതിക ചിരിച്ചൊരു നാണത്തോടുകൂടി പറയുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാജുവിൻ്റെ പിറന്നാളായിട്ട് ഞാൻ സമ്മാനമൊന്നും തന്നില്ലല്ലോ. അത് ഇന്നലെ രാത്രി 12 മണിക്ക് എനിക്ക് തന്നില്ലേ മേഡം? അത് പോരാ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഹൃതിക രാജുവിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ മുത്തം വെക്കുവാണ്. ഹൃതികയുടെ മുത്തമൊക്കെ വാങ്ങി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് രാജു. എന്നിട്ട് ഹൃതിക പറയാം, എൻ്റെ രാജുവിന് ഒരു ടെൻഷനും വേണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്നാൽ ഇനിയേ എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഹൃതിക അടുക്കളയിലോട്ട് പോവുകയാണ്. ഈ സമയം ദീപക് അവൻ്റെ മുറിയിലിരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ ഞോണ്ടി കളിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യത്തോടെ അമ്പിക അങ്ങോട്ട് വന്നിട്ട് പറയാം, എടാ നീ ഇങ്ങനെ വീഡിയോ കണ്ടോണ്ടിരിക്കാതെ ഞാൻ പിന്നെ ഈ രാത്രി എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? അവസരം കിട്ടുമ്പോഴേ അത് മാക്സിമം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറയാമേ. എടാ, നമ്മൾ വിചാരിച്ച പോലെ ലാപ്ടോപ്പ് വിതരണ കുംഭകോണം ഉണ്ടല്ലോ, അതങ്ങ് വിചാരിച്ച പോലെ കത്താൻ തുടങ്ങിയിട്ടില്ല. അത് കാട്ടുതീ പോലെ കത്തി പടരണം. അതിനെന്താ അമ്മേ വേണ്ടത്? എടാ മണ്ട, അതിനെന്താ വേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണോ? ഈ അഴിമതി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി പ്രതാപനുണ്ടല്ലോ പല കളികളും കളിക്കും. മാധ്യമക്കാരെ സ്വാധീനിക്കാനും ശ്രമിക്കും. ചില വലിയ പത്രക്കാരും ചാനലുകാരും ഇവന്റെ പ്രിയപ്പെട്ടവരാ. അവരൊക്കെ ഇവനെ വെള്ള പൂശാൻ നോക്കും. ഇതിനവസരം കൊടുക്കരുത്. മാത്രമല്ല പ്രതാപന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കും. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാതെ അവര് മൂടി വെക്കാനും ശ്രമിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയൊന്ന് പറഞ്ഞു തന്നാ മതിയമ്മേ. എടാ ദീപക്കെ, ഇതിനൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. മാധ്യമക്കാർക്കേ നീ വാർത്ത അങ്ങോട്ട് ചോർത്തി കൊടുക്കണം. നല്ല മീഡിയക്കാർക്കൊന്നും കൊടുക്കരുത്. ഈ ചീനവന്മാരില്ലേ അവർക്ക് കൊടുക്കണം. ഇത് പിന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവന്മാര് നോക്കിക്കോളും. എൻ്റെ അമ്മ, ഇതെന്നാ നേരത്തെ പറയണ്ടേ? ഞാനെന്നാ ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം എന്നും പറഞ്ഞ് ദീപക്ക് പെട്ടെന്ന് മൊബൈൽ എടുക്കുന്നുണ്ട്. പുതിയ അടുക്കളയിൽ പാത്രം കഴുകാനായിട്ട് ചെന്നപ്പോൾ രാധമ്മ പാത്രം കഴുകുക. രാധമ്മ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ പാത്രം കഴുകാം. വേണ്ട മോളെ, മോൾ എച്ചിൽ പാത്രം ഒന്നും കഴുകണ്ട, അതൊക്കെ രാധമ്മ കഴുകിക്കോളാം. രാധമ്മ ഇങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാൻ കഴുകാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ?
ഞാനിങ്ങനെ വെറുതെ നിന്നോണ്ട് രാധമ്മ പാത്രം കഴിയാൽ എനിക്ക് സങ്കടവാ. രാധമ്മ ചിരിച്ചോണ്ട് പറയുക, എൻ്റെ പൊന്നുമോളെ കൊണ്ട് ഇത് കഴിയിപ്പിക്കുന്നത് എനിക്കും സങ്കടവാ. അതുകൊണ്ട് മോള് കഴുകണ്ട. മോളെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ അങ്ങ് പോകട്ടെ മോളെ. മോളെ രാജു ആകെ തീ പിടിച്ച് നടക്കുക. എനിക്കത് ഓർത്തിട്ടൊരു സമാധാനവും ഇല്ല. വർമ്മ സാറും രാജുവും ആകെ കുഴപ്പത്തിലാ. നമ്മളിനി എന്ത് ചെയ്യും മോളെ? നമ്മളിനി എങ്ങനെ ഇത് പരിഹരിക്കും? കൃതിക പറയുക, രാധമ്മ ദൈവവിശ്വാസിയാണോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? രാധമ്മേ, ഒരു തെറ്റും ചെയ്യാത്ത ദൈവവിശ്വാസികൾക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതെൻ്റെ അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ. രാജുവിൻ്റെയും അച്ഛൻ്റെയും പ്രശ്നം കേട്ടപ്പോൾ എല്ലാവരെക്കാളും കൂടുതൽ വിഷമിക്കേണ്ടത് ഈ ഞാൻ. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും വിഷമം തോന്നിയില്ല. കാരണം എന്താണെന്ന് രാധമ്മയ്ക്കറിയാവോ? എൻ്റെ ദൈവം അതിന് മറ്റൊരു വഴി എനിക്ക് കാട്ടിത്തന്നു. അതുകൊണ്ട് രാധമ്മ പേടിക്കേണ്ട, സമാധാനമായിട്ടിരുന്നു. രാജുവിനും എൻ്റെ അച്ഛനും ഒന്നും സംഭവിക്കില്ല എന്ന് നല്ല ഉറച്ച വിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഋതിക രാധമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിനെയും വർമ്മ സാറിനെയും ചതിച്ചത് ആരാണെന്ന് ഋതിക കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അത് എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ഈ കൊടും വഞ്ചന കാണിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷ മേടിച്ച് കൊടുക്കുകയും ചെയ്യും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.